നിലപാടുകൾ തുറന്നു പറയുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. അത് ആരുടെ മുഖത്തു നോക്കിയും അവർ പറയും. ആ രീതിക്ക് ഒട്ടും പോർലേൽപ്പിക്കാത്ത നേതാവാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോരാളി ഷാജി എന്ന CPMന്റെ എല്ലാമെല്ലാം എന്ന് നാം കരുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെതിരെ അദ്ദേഹം നടത്തിയ വിമർശനം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ്. പോരാളി ഷാജിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, അത് ഉയർത്തിയ വിവാദം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്ന് CPM ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന തിരുത്തൽ നടപടികൾ, ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അതിനൊക്കെ തന്നെ അദ്ദേഹം ഉത്തരം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. ശ്രീ MV ജയരാജൻ. നമസ്കാരം. ആരാണ് പോരാളി ഷാജി? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? അത് പലർക്കും അറിയില്ല. ആർക്കെങ്കിലും അറിയുമെന്ന് നമുക്കറിയില്ല. സാധാരണഗതിയിൽ ഏത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും, അത് ഫേസ്ബുക്ക് പേജാണെങ്കിൽ എന്തായാലും അതിനാരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. ഇത് വാട്സപ്പ് ഗ്രൂപ്പാണ് പ്രധാനമായും വന്നതുകൊണ്ട് അതിൻ്റെ അഡ്മിന്മാരെ മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നേരത്തെ പ്രതിപാദിച്ചതിൽ ഒരു പെശകുള്ളത്, പോരാളി ഷാജി എന്ന വാട്സപ്പ് ഗ്രൂപ്പിനെ അഥവാ സോഷ്യൽ മീഡിയ ഇടപെടലിനെ ആകെ തള്ളിപ്പറഞ്ഞു എന്നല്ല. പോരാളി ഷാജി എന്ന പേരിൽ നിരവധി ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന നിരവധി കാര്യങ്ങൾ ഇടതുപക്ഷ അനുകൂലമാണ്. മാത്രമല്ല ചില അതത് ഘട്ടങ്ങളിലുണ്ടാവുന്ന സമകാലീന കാര്യങ്ങളും പെട്ടെന്ന് പോരാളി ഷാജി ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതെല്ലാം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഒറ്റപ്പെട്ട ഇടതുപക്ഷ വിരുദ്ധവും സഭ്യേതരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതിനെയാണ് എതിർക്കുന്നത്. ആ പോസ്റ്റുകളെയും അത്തരം പോസ്റ്റ് ചെയ്യുന്ന രീതിയെയുമാണ് എതിർക്കുന്നത്. അത് വിമർശന വിധേയമാക്കണം. ഇപ്പം MV ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ നിരവധി വേദികളിൽ പോകാറുണ്ട്. വേദികളിൽ പോയിട്ട് ഇടതുപക്ഷ ആശയങ്ങൾക്ക് വിരുദ്ധമായി അവിടെ സംസാരിക്കാൻ നിന്നാൽ ജനങ്ങൾ അതിനോട് യോജിക്കൂല, മറ്റ് രാഷ്ട്രീയക്കാരും യോജിക്കൂല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിച്ചു വരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒറ്റയൊരു നയം എടുക്കുക, വർഗീയതക്കെതിരായി ഉറച്ച നിലപാടാണ് CPMനും ഇടതുപക്ഷത്തിനും. അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും. ഇപ്പോൾ വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായ MV ജയരാജൻ ഒരു വേദിയിൽ പോയി വർഗീയതക്ക് അനുകൂലമായി പ്രസംഗിക്കുന്ന ഒരു നില സ്വീകരിച്ചാൽ ജനം പുച്ഛിച്ചു തള്ളും. അതുപോലെ പോരാളി ഷാജി എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. പോരാളി ഷാജി എന്ന പേരിൽ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ചിലത് എനിക്ക് തോന്നുന്നത് ഫേക്കാണ്. അത് ചിലർ ഈ പോരാളി ഷാജി എന്ന് പറയുന്ന നാളിതുവരെ ഇടതുപക്ഷ അനുകൂല സോഷ്യൽ മീഡിയയിൽ പ്രതികരണ ശബ്ദമായി കണ്ടിരുന്നതിൽ അതിലുമുണ്ട് ചില ഒറ്റപ്പെട്ട ഇടതുപക്ഷ വിരുദ്ധ പോസ്റ്റുകളെങ്കിലും മഹാഭൂരിപക്ഷവും വരുന്നത് പോരാളി ഷാജി എന്ന് പറയുന്ന മറ്റു ഗ്രൂപ്പുകളിലാണ്. ഇത് പോരാളി ഷാജിയുടെ കാര്യം മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു പരിശോധന നടത്തിക്കഴിഞ്ഞാൽ പല ഗ്രൂപ്പുകളിലും ഇത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ചില പ്രശ്നങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ടാവും, ചിലത് സമൂഹത്തിൽ വിമർശനങ്ങളുള്ളതും ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ CPIM പ്രവർത്തകന്മാരും നേതാക്കന്മാരും മെമ്പർമാരും ഇടപെടുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ആശയപ്രചരണത്തിന് മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ട്, സംഘടനാ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്തുകൂടാ. അതിന് അവരുടെ പാർട്ടി പ്ലാറ്റ്ഫോമുകളുണ്ട്. മൂന്നാമത്തെ കാര്യം, സഭ്യമായിരിക്കണം, ഒപ്പം മാന്യമായ ഭാഷയിലായിരിക്കണം.
എതിരാളികൾ ഇടതുപക്ഷത്തിനെതിരായി ഒരു പോസ്റ്റ് ഇട്ടാലും അതിനുള്ള മറുപടിയും സഭ്യമായിരിക്കണം, സഭ്യേതരമാവരുത്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളിലും വ്യാജ പോസ്റ്റുകൾ വരുന്നു എന്ന് മാത്രമല്ല സഭ്യേതരമായ ഭാഷയും ഉപയോഗിക്കുന്നു. അത് താൽക്കാലികമായിട്ട് ചിലപ്പോൾ ആവേശം അവർക്ക് തോന്നിയേക്കും, ചിലപ്പോൾ അവർ മനസ്സിലാക്കിയതായിരിക്കില്ല വസ്തുത. അപ്പോൾ വസ്തുതകൾ പൂർണ്ണമായി മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നതും തെറ്റാണ്. അപ്പോൾ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളണം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ. അതുകൊണ്ടാണ് ഞാൻ നിരവധി ഗ്രൂപ്പുകളുടെ കാര്യം പറഞ്ഞത്. അപ്പം അതുകൊണ്ട് പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ഇതിനെ കാണരുത്. ഞാനതിലെടുക്കുന്ന നിലപാട്, ഞാൻ പറഞ്ഞ പാർട്ടി എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെ ഉപയോഗിച്ച ചരിത്രമുണ്ട്. നമ്മുടെ കോവിഡ് കാലത്ത് സോഷ്യൽ മീഡിയ എത്ര മഹത്തായ പങ്കാണ് വഹിച്ചത്. അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നുവല്ലോ ഒരു ഭാഗത്ത് കോവിഡ് മൂലം ഭയചകിതരായ ജനങ്ങൾക്ക് സത്യം അവരെ അറിയിച്ചുകൊണ്ട് അവരെ ഭയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. 2, കോവിഡ് കാലത്തെ ആരോഗ്യവകുപ്പിൻ്റെ നിരവധി നിർദ്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കുക. കോവിഡ് കാലത്താണ് യഥാർത്ഥത്തിൽ ഭക്ഷണം കിട്ടാത്ത പാവങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത്. അതൊരു നല്ല കാര്യമായിരുന്നു. സോഷ്യൽ മീഡിയ ആകെ ഉണർന്ന് പ്രവർത്തിച്ചു. മറ്റൊരു ഘട്ടമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള CPIM നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ബഹിഷ്കരിച്ചു. ചിലർ വളച്ചൊടിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോ പാർട്ടി നേതാക്കളോ പറഞ്ഞ കാര്യങ്ങൾ അതേപടി സോഷ്യൽ മീഡിയ ജനങ്ങളിലെത്തിക്കുകയായിരുന്നു. അതും യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയക്ക് സമൂഹത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചതാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയെ പലരും വിലക്കെടുക്കാൻ തുടങ്ങി. നേരത്തെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളാണ് കോർപ്പറേറ്റുകൾ വിലക്കെടുത്തതെങ്കിൽ സോഷ്യൽ മീഡിയ ഇന്ന് ഒരു ബദൽ മാധ്യമ പ്രസ്ഥാനമാണ് എന്നതുകൊണ്ട് അതിനെയും വിലക്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ വിലക്കെടുക്കാൻ കഴിയുന്ന ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ് ചില വാട്സപ്പ് ഗ്രൂപ്പുകളെ രാഷ്ട്രീയമായി തങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി അവരെ വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ പേരിൽ വ്യാജ പ്രൊഫൈലുണ്ടാക്കി ഇടതുവിരുദ്ധ പ്രചാരവേല നടത്തുകയോ ചെയ്യുന്ന രീതി UDF സ്വീകരിച്ചത്. അത് UDFും BJPയുമാണ് നാട്ടിൽ ശീലമാക്കി കൊണ്ടുവന്നത്. ആ ശീലത്തിൻ്റെ ദുരന്തം ഇനി നമ്മൾ നേരിടാൻ പോവുകയാണ്. ആ ദുരന്തം എന്താ? ഇവരിങ്ങനെ ചെയ്തത് മൂലം ഇവരുടെ ഈ വ്യാജ പ്രൊഫൈലിൽ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജനങ്ങൾ അത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമായി അവർക്കെതിരായി തിരിയും. അപ്പോൾ ഒരിക്കലും സോഷ്യൽ മീഡിയയെ വ്യാജ പ്രതികരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് ഉപയോഗിക്കാൻ പാടില്ല എന്നത് പ്രധാനമാണ്. ഈ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചാൽ അവരുടെ പേരിൽ നടപടി സ്വീകരിച്ചുകൂടെ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് എളുപ്പമല്ല, കണ്ടെത്താനും പ്രയാസമാണ്. ഇത്തരം പ്രൊഫൈലുകൾ നിരവധി വരുന്നുണ്ട്. ഏത് വ്യാജം ഏത് ഒറിജിനൽ എന്ന് അറിയാൻ കഴിയാത്ത വിധത്തിൽ. അപ്പോൾ പോരാളി ഷാജി ഒഫീഷ്യൽ എന്ന് പറയുന്നതാണ് ഒറിജിനൽ വാട്സപ്പ് ഗ്രൂപ്പെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അതിലുള്ള അഡ്മിന്മാർക്ക് ചെയ്യാൻ പറ്റുന്നത് അതേ പേരിൽ വ്യാജ പ്രസ്താവനകളും വ്യാജ വാർത്തകളും വ്യാജ കാര്യങ്ങളും വരുന്നുണ്ടല്ലോ, അതിലവർക്ക് പരാതി കൊടുക്കാമല്ലോ. അങ്ങനെ അവർ പരാതി കൊടുത്താൽ എന്തായാലും അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകൾ സമാന പേരിലായതുകൊണ്ട് തന്നെ അത് തടയേണ്ടി വരുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ രംഗത്ത് വരുന്ന ഇത്തരത്തിലുള്ള അപജയങ്ങളെ സമൂഹം ശരിയായി തിരിച്ചറിയുകയും അതിൻ്റെ മേലെ ജനകീയമായ ഒരിടപെടൽ വേണ്ടതുമുണ്ട് എന്ന തോന്നലാണ് എനിക്കുള്ളത്. ഈ 2015 മുതലാണ് പോരാളി ഷാജി തുടങ്ങിയത്. അപ്പോൾ ഈ 9 വർഷം, ആ 9 വർഷവും ഏറ്റവും ശക്തമായ ഒരു ഇടത്
അനുകൂലമായ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടിരുന്നത്. ഈ 9 കൊല്ലവും പാർട്ടി അതിനെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ ഗൗരവമായി നിരീക്ഷിക്കേണ്ട പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഒറ്റപ്പെട്ട ചിലതുണ്ടായിരുന്നു. ഇപ്പോൾ ചെങ്ങന്നൂരിൽ സജി ചെറിയാനെതിരായിട്ട് ഒരു പോസ്റ്റ് വന്നു. അന്ന് അവിടുത്തെ LDF ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് വന്നതാണ് റഹീമിനെതിരായി സഭ്യേതരമായ വാക്കുപയോഗിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അതിനെതിരായിട്ടും പരാതികൾ ഉയർന്നു വരികയുണ്ടായി. അപ്പം ഇങ്ങനെ ഒറ്റപ്പെട്ട ചിലത് വരുന്നു എന്ന് കാണുമ്പോൾ അതിനെതിരെയുള്ള പരാതികൾ കൊണ്ട് മാത്രം ഇത് തിരുത്താൻ കഴിയണമെന്നില്ല. കാരണം ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നാട്ടിൽ. സമൂഹത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം തകരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂടി മനസ്സാണത്. അപ്പം അതിന് പുരോഗമന വീക്ഷണമുള്ളവർ കൂട്ടുനിൽക്കാൻ പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പരാതി കൊടുക്കേണ്ട സമയത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇത് ആത്യന്തികമായി അവസാനിപ്പിക്കാൻ കഴിയണമെങ്കിൽ പോരാളി ഷാജി ഒഫീഷ്യലാണ് യഥാർത്ഥത്തിൽ പോരാളി ഷാജിയുടെ അഡ്മിന്മാർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മറ്റു പോരാളി ഷാജി എന്ന് പറയുന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ആരുണ്ടാക്കിയതാണ്? 2015 ഒന്നേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് 10ഉം 100ഉമായിട്ടത് മാറിയത്? അപ്പോൾ ആരാണ് ഈ പേരിൽ ഉണ്ടാക്കിയത്? ജയരാജൻ എന്ന പേര് മറ്റുള്ള ആളുകൾക്കുണ്ടാവാം, കാരണം രക്ഷിതാക്കൾ ജനിക്കുമ്പോൾ നൽകുന്ന പേരാണത്. അതുപോലെയല്ല ഇത്. 2015 പോരാളി ഷാജി എന്ന ഗ്രൂപ്പ് ഒന്നാണെങ്കിൽ അത് പിന്നെ എങ്ങനെ 10ഉം 100ഉമായിട്ട് മാറി? ഇത് അവർക്ക് കൂടി അറിയാൻ അവകാശമുണ്ടല്ലോ, അവരത് മനസ്സിലാക്കേണ്ടതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പൊതുവായ ഒരു അഭ്യർത്ഥന നടത്തിയത്. പോരാളി ഷാജി ഒഫീഷ്യൽ എന്ന് പറയുന്ന അതിൻ്റെ പിന്നിലുള്ള അഡ്മിന്മാർ അവർ തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ വ്യാജ അക്കൗണ്ടുകൾ ആരംഭിച്ചതിനെതിരായി പരാതി കൊടുക്കണം. പോരാളി ഷാജി 2015 തുടങ്ങുമ്പോൾ ഒഫീഷ്യൽ എന്ന് വെച്ചിരുന്നില്ല, പിന്നെയല്ലേ ഒഫീഷ്യൽ എന്ന് വെച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കേണ്ടി വന്നത്? അത് നമുക്കറിയില്ല, അവർക്കാണ് അറിയുന്നത്. അപ്പോൾ പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വിവിധ ആളുകൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ രംഗത്ത് അങ്ങനെ തുടങ്ങുന്നതിന് വിലക്കില്ല നിയമപരമായി. ഒരേ പേരിൽ തന്നെ പലർക്കും തുടങ്ങാം. അതിലിപ്പോൾ ചെങ്കതിർ, ചെങ്കോട്ട, ഇതൊക്കെ ഒരേ പേരിൽ തന്നെ പലരും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തെറ്റില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പോരാളി ഷാജി എന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിന് അതിൻ്റെ അകത്തും ഇടതുപക്ഷ വിരുദ്ധമായ കാര്യങ്ങൾ വരുന്നു. എന്നാൽ ഇടതുപക്ഷ വിരുദ്ധ പ്രചരണത്തിന് വേണ്ടി മാത്രം പോരാളി ഷാജി എന്ന പേരിൽ മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളും ഇന്നിപ്പോൾ നിലവിലുണ്ട് എന്നതുകൊണ്ടാണ് ഇടപെടൽ വേണ്ടി വരുന്നത്. ഈ വ്യാജ പോരാളി ഷാജിമാർ അത് ഈ ഒറിജിനൽ പോരാളി ഷാജിമാർ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നൊരു സംശയമുണ്ടോ? അത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വസ്തുത എന്തെന്ന് കണ്ടെത്തിയാലേ തിരുത്താത്തത് കൊണ്ട് അങ്ങനെ ഒരു സംശയം നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യൽ എന്ന് അവർ വെക്കണ്ടല്ലോ. ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് അത് വന്നല്ലോ. ഞാനിപ്പോൾ ഈ കേവലം പോരാളി ഷാജി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം ഒതുക്കുന്നതിനോട് യോജിക്കുന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത്. ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഞാൻ ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടിയതുപോലെ കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പറഞ്ഞിട്ട് 2 ഗ്രൂപ്പുണ്ട്. കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇടതുപക്ഷ അനുകൂലമായ നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ മറ്റത് വ്യാജ ഗ്രൂപ്പാവാനാണ് സാധ്യത. അതിൽ ഇടതുപക്ഷ വിരുദ്ധമാണ് മിക്കതും വരുന്നത്. ഇത് അവർക്ക് തന്നെ തിരുത്താവുന്നതേ ഉള്ളൂ ശരിക്കും. പിന്നെന്താ? കാരണം അവരുടെ പേരിൽ മറ്റൊന്ന് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. അത് പറയാൻ ആർക്കേ കഴിയുള്ളൂ? ആരാണ് ഇതിൻ്റെ ഒറിജിനൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർ? അവർക്കേ കഴിയുള്ളൂ. ഈ പോരാളി ഷാജിയെ കാണാൻ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ഇത് വിദേശത്ത് നിന്നാണോ ഇതിൻ്റെ ഈ ഓപ്പറേഷനൊക്കെ നടക്കുന്നത്? അങ്ങനെയാണോ സംശയിക്കുന്നത്? അങ്ങനെ മാത്രമാവില്ല. വിദേശത്തും സ്വദേശത്തും ഉള്ളവരൊക്കെ ഉണ്ടാവും. ഇതൊരു കൂട്ടം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാവാനാണ് സാധ്യത. അഡ്മിന്മാരായി
നിരവധി പേരുണ്ടാവണം. അതായത് CPM പോലെ ഒരു പാർട്ടിക്ക് ഇതിന്റെ പിന്നിൽ ആര് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ പിന്നിൽ അങ്ങനെ പോയിട്ടില്ല. നമ്മൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകേണ്ടുന്ന ഒരു പാർട്ടിയാണ് എന്നതല്ല, അത് സമൂഹമല്ലേ തിരിച്ചറിയേണ്ടത്. ഏതായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഇടപെടലിലൂടെ ഒരാൾ ഷാജി ഒഫീഷ്യൽ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന അഡ്മിന്മാർ ഇടതുപക്ഷത്തോട് കൂറുള്ളവരാണെങ്കിൽ അവർ ഈ പ്രശ്നത്തിൽ ഒരു നിലപാട് സ്വീകരിക്കും. അത് പാർട്ടി സ്വാഗതം ചെയ്യുകയും ചെയ്യും. തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ അത് പാർട്ടി സ്വാഗതം ചെയ്യും. സ്വാഗതം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റായ എന്തെങ്കിലും പോസ്റ്റുകൾ വന്നാൽ വിമർശിക്കുകയും ചെയ്യും. ഇപ്പം ഞങ്ങളെ ബഹുജനങ്ങൾക്ക് വിമർശനപരമായിട്ടും പറയാൻ കഴിയും. ഇപ്പോൾ ജയരാജൻ ഇപ്പോൾ സ്വീകരിച്ച സമീപനത്തിൽ ഇന്ന് തെറ്റുണ്ട്, അത് തിരുത്താൻ ജനങ്ങൾക്കേ അവകാശമുള്ളൂ. പാർട്ടി മെമ്പർമാരായാൽ പാർട്ടിക്കകത്താണ് ജയരാജനെ പോലുള്ള നേതാക്കന്മാരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അല്ലാത്ത ബഹുജനങ്ങൾക്ക് അവർക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ അവസരമുണ്ട്. അതുപോലെ സതുദ്ദേശ വിമർശനം വരുന്നതിനെ പോരാളി ഷാജി ആയാലും മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളായാലും ചെങ്കതിരായാലും ചെങ്കോട്ടയായാലും അതിനോട് ഒട്ടും അശേഷം ഭയവും ഇല്ല, അത് വിലക്കണമെന്നുള്ള അഭിപ്രായമില്ല. വിമർശനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. അത് സതുദ്ദേശ വിമർശനമാവണം, സംഹാരപരമാകാൻ പാടില്ല. ഇപ്പോൾ റഹീമിനെ തിരുത്തലാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ എരണം കെട്ടവനെന്ന് പറയേണ്ട കാര്യമില്ല. റഹീമെ, നിങ്ങളെ ഇന്നലത്തെ പ്രസംഗത്തിലെ ഇന്ന കാര്യം ശരിയായിരുന്നില്ല, അത് റഹീം തിരുത്തും. ഇപ്പോൾ എന്നോടെല്ലാം ചില പരിപാടികൾ കഴിഞ്ഞാൽ ചിലർ ഫോണിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ആ നടത്തിയ പ്രസംഗത്തിൽ ഇന്ന ഭാഗം ഒഴിവാക്കേണ്ടതായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റു തിരുത്താനുള്ള ഒരു കാര്യമായി കണ്ടുകൊണ്ട് തിരുത്തുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പോരാളി ഷാജി ഒഫീഷ്യൽ എന്ന് പറയുന്ന അതിൻ്റെ അഡ്മിന്മാർ ഞങ്ങളാണിത്, ഞങ്ങളുടെ നേതൃത്വത്തിൽ 2015 ഇത് ആരംഭിച്ചതാണ് എന്നവർ പറഞ്ഞാൽ സ്വാഗതം ചെയ്യുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇനി എപ്പോഴെങ്കിലും തെറ്റായ എന്തെങ്കിലും പോസ്റ്റുകൾ അതിൽ വന്നാൽ അതിനെ വിമർശിക്കുകയും ചെയ്യും. ഈ ജയരാജൻ ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഇതുപോലെ പറഞ്ഞത് നന്നായി എന്നുള്ള രീതിയിൽ തന്നെയാണോ ആളുകളൊക്കെ? അത് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകൾ എന്ന് പറഞ്ഞാൽ CPMൻ്റെ ആളുകൾ മാത്രമൊന്നുമല്ല പറഞ്ഞത്, അല്ലാത്തവർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഇടപെടൽ നന്നായി. സോഷ്യൽ മീഡിയ ഒരു വല്ലാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ചില നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട്. പൂർണ്ണമായി നിരോധനമല്ല ഇതിനൊന്നും പരിഹാരം, നിയന്ത്രണം വേണ്ടതുണ്ട്. അത് നമ്മൾ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. ഏതായാലും ഒരാത്മനിയന്ത്രണത്തിന് ഇടയാക്കുന്ന ഒരു ഇടപെടലാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് നിരവധി പേർ പറഞ്ഞിട്ടുണ്ട്. മറ്റ് നേതാക്കളും ഈ മാതൃക പിന്തുടരുന്നത്, അവരുടെ ഗ്രൂപ്പുകളും ഇതേ രീതിയിൽ തന്നെ സഭ്യതരമല്ലാത്ത അസഭ്യ വർഷങ്ങളൊക്കെ അതെല്ലാവർക്കും ബാധകമാണ്. ഇപ്പോൾ CPMൻ്റെ ഒരു പ്രവർത്തകൻ കോൺഗ്രസ്സുകാരനായി പോയി എന്നതുകൊണ്ട് അയാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് ഡാഷ് മോനെ എന്ന് പറയേണ്ട കാര്യമില്ല, അതുപോലെ തിരിച്ചും പറയേണ്ട കാര്യമില്ല. ശരിയായ വിമർശനത്തിലൂടെ അത് ചൂണ്ടിക്കാണിക്കണം. പഴയ കാലമല്ല, ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർ തന്നെ തെറ്റിലേക്ക് പോകുന്ന ഒരു കാലമാണ്. ഇപ്പം ജയരാജയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ധാർമ്മികമായി കഴിയണമെങ്കിൽ ജയരാജൻ തെറ്റിന് അതീതനാവണം, തെറ്റ് ചെയ്യാത്തവനാവണം. എനിക്ക് ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നതിൽ ആശയപരമായി തെറ്റായ കാര്യങ്ങൾ വരില്ല. അത് ഞാൻ വളരെയേറെ കാലത്തെ പരിചയം കൊണ്ട് ഒരാവർത്തി കൂടി വായിച്ചു നോക്കും. ഒരു കാര്യം അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ തെറ്റ് വരാതിരിക്കാൻ നോക്കും. എന്നാലും ചില വസ്തുതാപരമായ തെറ്റുകൾ കടന്നുകൂടിയേക്കാം. അങ്ങനെ കടന്നുകൂടിയ ചില കാര്യങ്ങൾ വരുമ്പോൾ എന്നെ തിരുത്താൻ ജനങ്ങളുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്തും. അങ്ങനെയൊരു നിലപാട് സോഷ്യൽ മീഡിയയിൽ വരണം. അത് രാഷ്ട്രീയമായിട്ടല്ല അതിനെ എടുക്കേണ്ടത്. രാഷ്ട്രീയക്കാരും അല്ലാത്തവരുമായ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും സ്വീകരിക്കേണ്ട സമീപനമാണ്. കാരണം സോഷ്യൽ മീഡിയ അനന്തമായ സാധ്യതയുള്ള ഒന്നാണ്. വാർത്താവിനിമയ രംഗത്തെ വിപ്ലവകരമായ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ
ശരിയായ വിധത്തിലുള്ള ആശയപ്രചരണത്തിനും വസ്തുതകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണെങ്കിൽ അതത്ര നന്നായിരിക്കും. ഇപ്പോൾ പെട്ടെന്നൊരു സംഭവം വിദേശത്തുണ്ടായി. നമ്മുടെ മറ്റു മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട പങ്കാണ് ആ വിവരം ജനങ്ങളിൽ എത്തിക്കാൻ സോഷ്യൽ മീഡിയ. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയ രാഷ്ട്രീയ പ്രചരണത്തിനാവണം, ആശയപ്രചരണത്തിനാവണം, വ്യക്തിഹത്യക്കാകാൻ പാടില്ല, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനാകരുത്, സഭ്യമായിരിക്കണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരുമായ എല്ലാവരും ആ വഴിയിലേക്ക് വരണമെന്ന ഒരാഗ്രഹമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ഈ ഇത്തരം പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. PJ ആർമി എന്ന ഒരു ഗ്രൂപ്പ് വന്നപ്പോൾ അതിനെ പാർട്ടി തിരുത്തി, അത് പിന്നീട് റെഡ് ആർമിയായി മാറി. ഇത്തരം ഈ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി നേരത്തെ തന്നെ ചർച്ച ചെയ്ത വിഷയം തന്നെയല്ലേ? സോഷ്യൽ മീഡിയയിലെ തെറ്റായ പ്രവണതകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ പാർട്ടി ചർച്ച ചെയ്തിട്ടൊരു നിലപാട് സ്വീകരിച്ചതാണ്. അതിന് പാർട്ടിക്കുള്ള മാർഗരേഖ PB രേഖയാണ്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രവർത്തിക്കണം, അത് പാർട്ടി സഖാക്കൾക്കാകെയുള്ള മാർഗരേഖയാണ്. അപ്പോൾ അത് സംബന്ധിച്ച കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി പാർട്ടി സഖാക്കൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുമ്പോൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുക, സംഘടനാപരമായിട്ടുള്ള ഇപ്പം വ്യത്യസ്ത ഘടകങ്ങളിലുള്ള കൂട്ടായ്മകളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൂപ്പിൽ ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ടാവും, ഏരിയ കമ്മിറ്റി അംഗം ഉണ്ടാവും, ലോക്കൽ കമ്മിറ്റി അംഗം ഉണ്ടാവും, പാർട്ടി അംഗം ഉണ്ടാവും. ഈ വ്യത്യസ്ത ഘടകങ്ങളുള്ളവർ ഉൾക്കൊള്ളുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സംഘടന കാര്യം ചർച്ച ചെയ്തുകൂടാ. ഘടകപരമാണത്. അത് പാർട്ടി PBയുടെ മാർഗരേഖയിലുണ്ട്. നിങ്ങൾക്ക് സംഘടനാപരമായിട്ട് പറയാൻ വേദികളുണ്ട്, അവിടെയാണ് പറയേണ്ടത്. ഇത് ആശയപ്രചരണത്തിന് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്, പാർട്ടിയുടെ ഔദ്യോഗികമായ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട്. FB പേജുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പാർട്ടിയുടെ ഔദ്യോഗികമായ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള പാർട്ടി ഘടകങ്ങളും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മുതൽ പാർട്ടിയുടെ നേതാക്കൾ നിരവധി പേരും ഔദ്യോഗികമായി സോഷ്യൽ മീഡിയയിലൂടെ ഇടപെടുന്നുണ്ട്. ഈ ഔദ്യോഗികമായ വാട്സപ്പ് ഗ്രൂപ്പുകളോ FB പേജുകളോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ തന്നെ പാർട്ടിയുടെ നയങ്ങൾ ഈ നേതാക്കളിലൂടെ നമ്മുടെ പാർട്ടി കമ്മിറ്റികളുടെ പേജുകളിലൊക്കെ വരുന്നുണ്ട്. അതാണ് നാം പാർട്ടിയുടെ നയമായി സ്വീകരിക്കേണ്ടത്. ആശയപ്രചരണ രംഗത്ത് പ്രചരണം നടത്തുന്നവർ ഇതിനെയാണ് ആശ്രയിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാൻ കഴിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ വിവിധ കാര്യങ്ങൾ പറഞ്ഞത് അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ആശയപ്രചരണ രംഗത്തുള്ള ഒരു സംവിധാനം തന്നെയാണ്. അതിനൊന്നും ഇത്രയും ഫോളോവേഴ്സ് ഇല്ല. ഇത് 8 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഈ പോരാളി ഷാജി. എന്തുകൊണ്ടാണ്? പാർട്ടി അംഗങ്ങൾ തന്നെയല്ലേ ഇതിൽ ഭൂരിഭാഗവും ഉള്ളത്? അതെ, പാർട്ടിയുടെ ഔദ്യോഗിക പേജ് ഇപ്പം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേജ് ഏതാണ്ട് 8ന്റെ മുകളിലായി, ഏതാണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേജ്. അപ്പോൾ പാർട്ടിയുടെ പേജുകളും ഇതുപോലെയുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന പേജുകളും നമുക്ക് ആശയപ്രചരണത്തിന് ഉപയോഗിക്കാം. പക്ഷേ എന്തേ അതിലുള്ള പെശകുള്ളൂ? ആ പെശകെന്ന് പറയുന്നത് തെറ്റായ പ്രതികരണങ്ങൾ ഈ പേജുകളിൽ വരുമ്പോൾ, അതായത് പാർട്ടിയെ തിരുത്താനുള്ള ഒരു വേദിയായി ഇതിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാലും അത് പാർട്ടി തിരുത്തൽ പ്രക്രിയയിലേക്ക് പോകില്ല. ഇത് ശത്രുക്കൾ ഉപയോഗിക്കും. ശത്രുക്കൾ ഇതാ പ്രചരിപ്പിക്കുക. തിരുത്തൽ പ്രക്രിയയല്ല നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സതുദ്ദേശ വിമർശനം ആവാം, പക്ഷേ എരണം കെട്ടവൻ എന്ന് പറയുന്നത് സതുദ്ദേശ വിമർശനമല്ല. റഹീം വടകരയിൽ നടത്തിയ പ്രസംഗം, അതിൽ ഇന്ന കാര്യം എനിക്ക് യോജിക്കാൻ കഴിയാത്തതാണ്, അത് സതുദ്ദേശ വിമർശനമാണ്. അപ്പോൾ ഇങ്ങനെ സതുദ്ദേശ വിമർശനത്തെയും സംഹാര വിമർശനത്തെയും രണ്ടായി കാണുന്ന ഒരു നില നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ഉണ്ടാവണം. അത് ആ പ്രക്രിയ ഈ തിരുത്തൽ നടപടി ഇത് അവസാനിപ്പിക്കില്ല, തുടരും. അത് തുടരുക എന്നുള്ളത് പാർട്ടിയുടെ PB മാർഗരേഖയുടെ ഭാഗമായി ഞങ്ങളെയൊക്കെ കടമയാണ്. അതുകൊണ്ടാണ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരത്തിൽ പാർട്ടി സഖാക്കളോട് തന്നെ പറയുന്നത്, നിങ്ങൾ പ്രവർത്തിക്കാം,
പക്ഷെ അത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്ത ഘടകങ്ങളിലുള്ളവരാണ് എന്ന് കാണണം. ഈ വ്യത്യസ്ത ഘടകങ്ങളിലുള്ളവർ ഒരു സമാന്തര പാർട്ടി ഘടകമല്ല. ആശയപ്രചരണ രംഗത്ത് നിങ്ങൾക്ക് അവിടെ ഇടപെടാം. ഒരു സമാന്തര പാർട്ടി ഘടകത്തെ പോലെ നിങ്ങൾ പ്രവർത്തിച്ചുകൂടാ. ഇതാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് പാർട്ടി പോകുന്ന ഘട്ടം കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം സംഭവിച്ച സാഹചര്യത്തിൽ കൂടിയുള്ള ഒരു തെറ്റുതിരുത്തൽ. അതിൻ്റെയൊക്കെ ഭാഗമായാണ് താങ്കൾ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതും. ഈ തെറ്റുതിരുത്തൽ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഏത് തലത്തിൽ മുതൽ തുടങ്ങേണ്ടതാണ് ആ തെറ്റുതിരുത്തൽ? തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുറന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തെറ്റുതിരുത്തൽ. അതൊരു നിരന്തരമുള്ള പ്രക്രിയയാണ്. തെറ്റ് സംഭവിക്കാതിരിക്കാനാണ് തെറ്റുതിരുത്തൽ. ഇന്നത്തെ ബൂർഷ്വാ സമൂഹത്തിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും അഴിമതിയുടെ ചെളിക്കൊണ്ട് പൂർണ്ണമായി ബൂർഷ്വാ രാഷ്ട്രീയത്തെ പിടികൂടുമ്പോൾ മറ്റു പല മാലിന്യങ്ങളും കമ്മ്യൂണിസ്റ്റുകാരെയും പിടികൂടാം. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെല്ലാം തന്നെ ഒരു കാര്യം പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ് വിമർശനവും സ്വയം വിമർശനവും. വിമർശനം എന്ന് പറയുന്നത് സൃഷ്ടിപരമാവണം, സംഹാരപരമാകാൻ പാടില്ല. സ്വയം വിമർശനം കുമ്പസാരവും ആകാൻ പാടില്ല. മനസ്സ് തുറന്ന് തെറ്റ് പാർട്ടിക്കകത്ത് കണ്ടെത്തിക്കഴിഞ്ഞാൽ തിരുത്തൽ പ്രക്രിയയാണ് വേണ്ടത്. അപ്പോൾ തിരുത്തൽ പ്രക്രിയ എന്ന് പറയുന്നത് എല്ലാ കാലത്തും CPIM തെറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നാണ്. തെറ്റ് സംഭവിക്കാതിരിക്കാനാണ് ഈ തിരുത്തൽ പ്രക്രിയ. അതൊരു സംഘടനാപരമായ പ്രക്രിയയാണ്. അത് എല്ലാ കാലത്തും പാർട്ടി തുടരുന്ന ഒരു പ്രക്രിയയാണ്. ഇനി തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്നുള്ള തിരുത്തൽ, അത് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടിയാണ് CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായത്. അപ്പോൾ ആ തിരിച്ചടി അംഗീകരിച്ചുകൊണ്ട് എന്താണ് പാർട്ടി ചെയ്യേണ്ടത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് പ്രധാനം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയാൻ കാരണം എന്താ? പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി അംഗങ്ങൾ മാത്രമല്ല. ഇപ്പോൾ കേരളത്തിലുള്ളവർ 5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി. തീർച്ചയായും പാർട്ടി അംഗങ്ങൾ പാർട്ടിയുടെ കേഡറാണ്. പാർട്ടിക്ക് വിലപ്പെട്ട സ്വത്താണ് ഈ കേഡർമാർ. അതോടൊപ്പം പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിയുടെ ബന്ധുമിത്രാദികൾ കൂടിയാണ്. പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ബഹുജനങ്ങളുണ്ട്. ഒന്നും ആഗ്രഹിക്കാതെ പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ. അതെ. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിയുടെ ഈ ബഹുജനങ്ങളെ കൂടി കണ്ടുകൊണ്ടാണ് തിരുത്തൽ പ്രക്രിയ. അപ്പോൾ പാർട്ടിക്കകത്ത് പരിശോധന നടത്തും. ഓരോ പ്രദേശത്തും വോട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും കുടുംബം പാർട്ടിയിൽ നിന്ന് അകന്നിട്ടുണ്ടോ, അത് കണ്ടെത്തുക എന്നുള്ള പ്രധാനമാണ്. എന്താണ് കാരണം? രാഷ്ട്രീയ സംഘടനാ കാരണങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയ കാര്യങ്ങൾ പൊതുവാണ്. അപ്പോൾ ഭാവിയിൽ നമ്മുടെ പാർട്ടി സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നയത്തെ നിർണ്ണയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സംഘടനാ കാര്യങ്ങൾ പാർട്ടി അകത്ത് പരിശോധിച്ച് തിരുത്തേണ്ടതാണ്. ചിലപ്പോൾ നേതാക്കൾക്കും തെറ്റുപറ്റാം. ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളാണ് ഞാൻ. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എല്ലാ ആളുകൾക്കും സ്വീകാര്യനായ ഒരാൾക്കും അസ്വീകാര്യനാകാത്ത ഒരാളല്ല. അപ്പം എന്നെപ്പറ്റി എനിക്ക് അമിതമായ ഒരു ധാരണയുണ്ടാവരുത്. അത് അഹംഭാവത്തിലേക്ക് എത്തും. ഇപ്പം എന്നെ വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഭാഗത്തെന്തോ പോരായ്മ ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ ഇത്തരം സംഘടനാപരമായതും ഒപ്പം രാഷ്ട്രീയവുമായ കാര്യകാരണങ്ങൾ കണ്ടെത്താനുള്ളതാണ് വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ തുടർന്നുള്ള പരിശോധന. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേ ഉള്ളൂ എന്ന് കരുതിക്കൊള്ളണം നിങ്ങൾ. കേരളത്തിൽ UDF-ന് കോൺഗ്രസ്സിന് വൻ വിജയമാണ് ഉണ്ടായത്. പക്ഷെ വിജയിച്ചിട്ടും ഒരു സീറ്റ് തോറ്റപ്പോൾ അടി തീർന്നില്ല. തൃശ്ശൂരിൽ DCC ഓഫീസിൽ നിന്ന് തുടങ്ങിയ അടി കോൺഗ്രസിൻ്റെ പ്രാദേശിക ഓഫീസിലേക്ക് പടർന്നു. നിങ്ങൾ നോക്കണം, കോൺഗ്രസ് വൻ വിജയമുണ്ടായിട്ടും ഒരിടത്ത് തോറ്റപ്പോൾ അടിയാണ്. ഇവിടെ തോൽവിയെക്കുറിച്ച് ആത്മപരിശോധന നടത്തുകയാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമേ ഇതുള്ളൂ എന്ന്. ജയിച്ച കാസർഗോഡും തിരുവനന്തപുരത്തും കോൺഗ്രസ്സിൽ അടിയാണ്. ജയിച്ചിട്ടും തമ്മിലടിക്കുന്നു, തോറ്റിട്ടും തമ്മിലടിക്കുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകതയാണ്, ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുടെ പ്രത്യേകതയാണ് പരാജയത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഒരാത്മപരിശോധന. അതുകൊണ്ട് അത് പരിശോധന നടത്തി എന്നിട്ട് ജനങ്ങളെടുക്കെ പോകും. ആ പരിശോധന നടത്തുമ്പോൾ ജനങ്ങളോട് നമ്മൾ ചോദിക്കും. കാരണം ജനങ്ങളാണ് രാജാക്കന്മാർ. ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ അടിമകളല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല, ഭരിക്കുന്നവരുടെ ആരുടെയും അടിമകളല്ല ജനങ്ങൾ. അപ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ പോകും. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ഉം ഇടതുപക്ഷവും സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാജയമുണ്ടായ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അവർ രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മളോട് പറയും. ആ അഭിപ്രായങ്ങളും മാനിക്കും. ആ അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ടായിരിക്കും ഭാവിയിൽ CPIM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് ഈ ആത്മപരിശോധന എന്ന് പറയുന്നത് തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഏറ്റവും ഉയർന്ന ഒരു കാര്യമാണ്. അത് ഭാവിയിൽ CPM-നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കരുത്ത് പകരും. ഇതിലൊരു കാര്യം വ്യക്തമാക്കാം. തിരിച്ചടിയുണ്ടായാൽ നിരാശപ്പെട്ടിരിക്കാനോ വിജയമുണ്ടായാൽ അമിതമായി ആഹ്ലാദിക്കാനോ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലല്ല. അത് EMS തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടാണ്? തിരിച്ചടിയുണ്ടായാൽ അതിജീവനത്തിൻ്റെ മാർഗം തേടണം. തിരിച്ചടി നിരാശപ്പെട്ടിരുന്ന് ഇനി ഒരു രക്ഷയില്ല, ഇനി ഒരിക്കലും പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതി ഇരുന്നാൽ പിന്നെ ജനങ്ങൾ തന്നെ പാർട്ടിയെ പറ്റിയിട്ട് പറയും. അതെന്തടോ തോറ്റിട്ടങ്ങനെ ഇരുന്നാലോ? ഇപ്പം എന്നോടൊരു വളരെ അടുത്ത 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് 4-ാം തീയതി വന്നു. 4-ാം തീയതി തന്നെ ഇവിടുന്ന് ആദ്യം പോയത് ചില മരിച്ച വീടുകളിലാണ്. വിവരമറിഞ്ഞ് ചില മരിച്ച വീടുകളിൽ പോയി. 5-ാം തീയതി രാവിലെ പതിവ് പോലെ പാർട്ടി ഓഫീസിൽ ഞാനെത്തി. അപ്പോൾ ഞാനിവിടെ എത്തിയെന്നറിഞ്ഞിട്ട് ഒരാൾ വിളിക്കുകയാണ്, അല്ല ഇന്നെങ്കിലും വിശ്രമിച്ചുകൂടെ? ഞാൻ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്രമമില്ല. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് ഞാൻ മത്സരിച്ചത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വിശ്രമിച്ച് നിരാശരായി ഇരിക്കാൻ പറ്റുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വല്ലാതെ വിഷമത്തിലാണ്. പരാജയപ്പെട്ടതിൻ്റെ പ്രയാസം അദ്ദേഹത്തിനുണ്ട്. ഞാൻ കൊണ്ട് പ്രയാസപ്പെടരുത്, നമുക്ക് അതിജീവിക്കാം. അതിന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു. 1977 അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ CPM വഹിച്ച പങ്ക് അനിഷേധ്യമല്ലേ? നിരവധി ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? നിരവധി ആളുകൾ ജയിലിലെത്തിയില്ലേ? നിരവധി ആളുകൾ ഒളിവിൽ കഴിയേണ്ടി വന്നില്ലേ? അക്കാലത്ത് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? ഈ കണ്ണൂർ പട്ടണത്തിലെ C. കണ്ണാട്ടൻ്റെ തല തല്ലി പൊട്ടിച്ചത്, അടിയന്തരാവസ്ഥക്കെതിരായി പ്രകടനം നടത്തിയത്, ഭരതൻ്റെ തലയിൽ രോമം പോലും ഇല്ലാത്ത ഭരതാട്ടൻ്റെ തല തല്ലി പൊട്ടിച്ചത് അക്കാലത്തല്ലേ? ബേബിയെ അല്ലേ തിരുവനന്തപുരത്ത് മൃഗീയമായി തല്ലിയത് അടിയന്തരാവസ്ഥക്കെതിരായി പ്രകടനം നടത്തിയതിന്? AKG അന്ന് പാർലമെൻറ്റിൽ പറഞ്ഞല്ലോ, ഒരു പെൺ ഹിറ്റ്ലറാണ് ഇന്ദിരാഗാന്ധി എന്ന്. സഖാവ് പിണറായി വിജയൻ കൂത്തുപറമ്പ് ലോക്കപ്പിൽ, അദ്ദേഹം അന്ന് MLA ആണ്, MLA എന്ന പരിഗണന പോലും നൽകാതെ ലോക്കപ്പിൽ കൊണ്ടുപോയി ഇടിച്ച് ചമ്മന്തിയാക്കിയില്ലേ? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ കാൽപാദം നോക്കിയാൽ അന്നത്തെ പരിക്കിൻ്റെത് ഇപ്പോഴും മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ക്രൂരതകൾ നേരിട്ട് അടിയന്തരാവസ്ഥ അറബിക്കടലിലെന്ന് പറഞ്ഞ് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിനെതിരായി പൊരുതിയ പാരമ്പര്യമുള്ള CPIM അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെയുള്ള തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റും ലോക്സഭയെ കിട്ടിയിട്ടില്ലല്ലോ. നിയമസഭയിലാകെ 17 സീറ്റല്ലേ കിട്ടിയേ. അതിനെ തുടർന്നല്ലേ ചിലർ പറഞ്ഞത് ഇനി CPM-ന് 100 കൊല്ലത്തേക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന്. പക്ഷേ 80 ആവുമ്പോഴേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലേ? ഇതേ അനുഭവമല്ലേ 2019 ഉണ്ടായത്? ഒറ്റ സീറ്റല്ലേ. 1977 ഒരു സീറ്റും ഇല്ല. 2019 ഒറ്റ സീറ്റ്, ആലപ്പുഴ മാത്രം. അപ്പോഴും ചിലർ പറഞ്ഞല്ലോ ഇനി CPM-ന് ഗതി പിടിക്കൂലെന്ന്. പക്ഷേ 2021 ആവുമ്പോഴേക്കും നിയമസഭയിൽ 2016-നേക്കാൾ കൂടുതൽ സീറ്റ് നേടി, 99 സീറ്റ് നേടി അധികാരത്തിൽ 2ാം തവണ വന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് ജനങ്ങൾ
രണ്ടാം ഊഴം നൽകി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ അതിനു മുമ്പ് തുടർച്ചയായി UDF ഭരിച്ചിരുന്ന 5 തദ്ദേശ സ്ഥാപനങ്ങൾ ഇടതുപക്ഷം അധികാരത്തിലെത്തി. ഇടതുപക്ഷത്തിന് ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടമ്പൂര് സാധാരണഗതിയിൽ കടമ്പൂര് ഇടതുപക്ഷം തുടർച്ചയായി ജയിക്കുന്നതുമല്ല, ഇടക്ക് ഇടതുപക്ഷം ജയിച്ചേക്കും. അങ്ങനെ 1995 ഇടതുപക്ഷം 2015 ഇടതുപക്ഷം ജയിച്ച കടമ്പൂര് 2020 നഷ്ടമായി. എന്നാൽ 5 മലയോര മേഖലയിലെ പഞ്ചായത്തുകൾ ഇടതുപക്ഷം വിജയിച്ചു. അപ്പോൾ തിരിച്ചടിയിൽ നിന്നും പാഠം പഠിച്ച് ജനങ്ങളെ ശരിയായ നിലയിൽ നയിച്ചാൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയും. അത് അനുഭവമാണ്. അത് ഈ 2 ഉദാഹരണം മാത്രമല്ല, നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പരാജയപ്പെട്ടാൽ നിരാശരായി ഇരിക്കുകയോ വിജയിച്ചാൽ അമിതമായ ആഹ്ലാദം കൊണ്ട് അഹങ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇന്നിപ്പം കോൺഗ്രസ്സിന് കേരളത്തിലുള്ളത് വിജയിച്ചപ്പോൾ അമിതമായ ആഹ്ലാദം മത്തുപിടിപ്പിച്ചിരിക്കുകയാണ് അവർ. അതാണ് ജയിച്ചെടുക്കുകയും തോറ്റെടുക്കുകയും തമ്മിലടി. കോൺഗ്രസ് അങ്ങനെ തമ്മിലടിക്കണമെന്ന് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നില്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഭാഗമായി കോൺഗ്രസ്സിന് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ താഴെ തട്ടിലുള്ള കാര്യം പറയുമ്പോൾ ഈ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനകളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ താഴെ തട്ടിലുള്ള നേതാക്കന്മാരുടെ ഒരു പ്രവർത്തനം അത് വലിയ തോതിൽ വിമർശന വിധേയമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും എല്ലാവരും പറയുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ അത് മറ്റുള്ളവരോട് അവർ പെരുമാറുന്ന രീതി അത് ഒരു ശരിയായ നിലയിലല്ല എന്നുള്ള വിമർശനം പരക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? തീർച്ചയായും. ജനങ്ങളോട് അവർ രാജാക്കന്മാരാണെന്നും വിനയത്തോടെ അവരോട് പെരുമാറണമെന്നും ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ അടിമകളല്ലെന്നും ഒരു കാഴ്ചപ്പാട് പൊതുവെ പാർട്ടിക്കുണ്ട്. ഈ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി എവിടെയെങ്കിലും പാർട്ടി പ്രവർത്തകന്മാരുടെ പെരുമാറ്റത്തിൽ ജനങ്ങളോട് ധിക്കാരത്തോടു കൂടിയാണ് സമീപനമെങ്കിൽ തിരുത്തണം. ആത്യന്തികമായി ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. തീർച്ചയായും പാർട്ടി പ്രവർത്തകരും ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ്, കുടുംബത്തെ പോറ്റേണ്ടവരാണ്. അവർ കുടുംബവും ജീവിതവും ജോലിയും എല്ലാം നടത്തിക്കൊണ്ടാണ് പാർട്ടി പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ബ്രാഞ്ച് സെക്രട്ടറിക്ക് ബ്രാഞ്ച് പരിധിയിൽ ഒരാൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നാൽ അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ആ വീട്ടുകാർ സമീപിക്കുന്നു. കൂടെ പോണ്ടി വരും. അന്നവന് പണിയില്ല, അന്ന് കൂലിയില്ല, അന്നവൻ ബുദ്ധിമുട്ടി. ഈ ആശുപത്രി കൊണ്ടുപോയതിന് പ്രതിഫലം വാങ്ങാനും പറ്റൂല. ഈ പ്രയാസം അനുഭവിച്ചുകൊണ്ടുകൂടിയാണ് പാർട്ടി പ്രവർത്തകന്മാർ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്നത്. അതിലൊരു തർക്കവുമില്ല. എന്നാൽ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ധിക്കാരവും മറ്റും പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. അത് ജയരാജന് ബാധകമാണ്. ജയരാജന് ബാധകമല്ലാത്തൊരു കാര്യമല്ല അത്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ആ ആക്ഷേപങ്ങൾ പരിഹരിക്കാൻ പാർട്ടി ഇടപെടും. അതിനൊരു പരിശോധന എന്തായാലും ഉണ്ടാകും. ഈ ബ്രാഞ്ച് തലം മുതൽ ലോക്കൽ തലം മുതൽ ഏരിയ തലം വരെ ആ ജില്ലാ കമ്മിറ്റിക്ക് മുകളിലുള്ള ആളുകളുടെ എപ്പോഴും പാർട്ടിയുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കും. പക്ഷെ അതിന് താഴോട്ട് അത്തരത്തിലുള്ള ഒരു പരിശോധന ഇല്ലാത്തതൊരു വീഴ്ചയായി തന്നെ. അങ്ങനെ പരിശോധന ഇല്ലാത്തയില്ല എന്ന് പറഞ്ഞാൽ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ പരിശോധനയിൽ കണ്ടെത്താത്ത ചിലതുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ പരിശോധനയിൽ എന്തെങ്കിലും തെറ്റായ പെരുമാറ്റ രീതി ആരുടെയെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് റിവ്യൂവിൻ്റെ ഭാഗമായി പരിശോധിച്ച് തിരുത്തും. അതോടൊപ്പം തന്നെ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MV ഗോവിന്ദൻ മാഷ് തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു പരോക്ഷമായി അദ്ദേഹം പറഞ്ഞു, ഒരു ഭരണത്തിനെതിരായ ഒരു വികാരം, അത് സാമ്പത്തികമായി വലിയ തോതിലുള്ള പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിടുന്നു. പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായേക്കാം. അപ്പോൾ ആ രീതിയിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ തുറന്നു പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ല. ഭരണത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ജനങ്ങളെ ഭരണത്തിനെതിരായി തിരിക്കാൻ വേണ്ടി BJP UDF നല്ലതുപോലെ പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ്
കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. സംസ്ഥാനത്തിന് ഒരു വർഷം കിട്ടേണ്ട 57,000 കോടിയാണ് തരാതിരുന്നത്. 1ഉം 2ഉം അല്ല, 57,000 കോടി, അതും അർഹതപ്പെട്ടത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ കൊടുക്കുമ്പോൾ കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുകയാണ്. അത് സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി. സുപ്രീം കോടതിയിൽ അർഹതപ്പെട്ട വായ്പ എടുക്കാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ട് കേസ് കൊടുത്തു. ഇപ്പോൾ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതുകൊണ്ടാണ് 13,000 കോടി കിട്ടിയത്. അപ്പം ഇതെല്ലാം കാണുമ്പോൾ ആത്യന്തികമായ ഭരണ നടപടികൾ പ്രതീക്ഷക്കനുസരിച്ച് ചില മേഖലയിൽ പോകാതിരുന്നതിന് കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ചതാണ്. നേരത്തെ മനോരമ ഉൾപ്പെടെയുള്ളവരും പ്രതിപക്ഷവും അതിനോട് യോജിച്ചിരുന്നില്ല. മനോരമ ഓൺലൈനിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം അവരൊരു സത്യം പറഞ്ഞു: സംസ്ഥാനത്തെ റവന്യൂ വരുമാനം വർദ്ധിച്ചു, അത് മുൻ UDF-ൻ്റെ കാലത്തേക്കാൾ കൂടുതലാണ് എന്ന് മാത്രമല്ല, നികുതിയേതര വരുമാനവും വർദ്ധിച്ചു. പ്രതീക്ഷിച്ച രീതിയിൽ 90%-ലധികം സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രയാസമെന്നത് ഓൺലൈനിൽ മനോരമ കൊടുത്തു. അവർ പറഞ്ഞു അത് കേന്ദ്ര ഗവൺമെൻറ് അർഹതപ്പെട്ടത് നിഷേധിച്ചതുകൊണ്ടാണ്. മനോരമയിലെ പത്രത്തിൽ അവർ കൊടുത്തിട്ടില്ല, അത് ഓൺലൈനിലത് വന്നു. ഇതാണ് വസ്തുത. ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? നാം 2 കാര്യങ്ങൾക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തിട്ട് ബദൽ മാർഗം കണ്ടെത്തിയിരുന്നു. ഒന്ന്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പെൻഷൻ കമ്പനി ഉണ്ടാക്കി സഹകരണ ബാങ്കുകളിൽ നിന്ന് കൺസോർഷ്യത്തിലൂടെ വായ്പ വാങ്ങിയിരുന്നു. ആ വായ്പ വാങ്ങിയതിനെല്ലാം തന്നെ കൃത്യമായി പലിശയും കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. ഇങ്ങനെ കൃത്യമായിട്ട് ആ കൺസോർഷ്യം വഴി പണം കിട്ടിയാൽ പെൻഷൻ മുടങ്ങൂല. പിന്നെ ഒന്ന്, വികസനം മുടങ്ങാതിരിക്കാൻ വേണ്ടി കിഫ്ബി വഴി ധനസമാഹരണം നടത്തി. മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്നടക്കം വായ്പ വാങ്ങി. ഈ 2 കാര്യവും കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു. പ്രത്യേകിച്ച് പെൻഷൻ കമ്പനി അത് തടഞ്ഞപ്പോൾ പെൻഷൻ വിതരണം ചില മാസങ്ങളിൽ മുടങ്ങി. അപ്പോൾ മുടക്കിയതാര്? കേന്ദ്ര ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലിൻ്റെ ഫലമായി മുടങ്ങിയ പെൻഷൻ്റെത് പിന്നെ നമുക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കാൻ കഴിഞ്ഞത്, 3 മാസത്തത് കൊടുക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്, വരുമാനം കണ്ടെത്തിയിട്ടാണ്. ഇപ്പോൾ എന്താ അതിൻ്റെ സ്ഥിതി? മാസം തോറും കൊടുക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു 3-4 മാസത്തെ കുടിശ്ശിക എവിടെയുണ്ട്? അതും കൊടുക്കും. അപ്പോൾ ഈ 3-4 മാസത്തെ കുടിശ്ശിക വന്ന കൂട്ടത്തിലുള്ള ആളുകൾ ഇടതുപക്ഷം വന്നിട്ടും പെൻഷൻ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അവർക്കാണെങ്കിൽ പഴയതുപോലെയല്ല പെൻഷൻ 1600. അതൊരു വലിയ ആശ്വാസമാണ്. മരുന്നൊക്കെ വാങ്ങാനുള്ള പൈസയാണ്. ഇതിനെ കണക്കാക്കിയിട്ടാണ് കഴിഞ്ഞ 8 വർഷമായി മുടക്കമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് പെൻഷൻ കുറച്ച് മാസം മുടങ്ങുന്നെടുക്കുക കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും പെൻഷൻ കിട്ടുന്നവരുടെ ഇടയിൽ ഇടതുപക്ഷത്തിൻ്റെ കാലത്തും പെൻഷൻ മുടങ്ങിയല്ലോ, വലതുപക്ഷത്തിൻ്റെ കാലത്ത് കിട്ടൂല എന്ന് അവർക്കറിയാം. ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോൾ 30 മാസം ആ പെൻഷൻ കുടിശ്ശിക. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ 18 മുതൽ 24 മാസം വരെ ആ പെൻഷൻ കുടിശ്ശിക. ഇതിപ്പോൾ ഒരു 3-4 മാസത്തിൻ്റെതാണ് ഇടതുപക്ഷത്തിൻ്റെ ഇക്കാലം. അപ്പോൾ അത് ഞങ്ങൾ ഗവൺമെൻറ് തന്നെ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്, പരിഹരിക്കാനാണ് നോക്കുന്നത്. അതാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഭരണത്തിനെതിരായി പെൻഷൻ കിട്ടാത്തവരുടെ ഇടയിൽ വികാരമുണ്ടായി എന്ന് പറയുന്ന കാര്യം. അത് പെൻഷൻ കിട്ടാത്തത് കൊണ്ടുള്ള ഇടതുപക്ഷത്തിലുള്ള പ്രതീക്ഷ അർപ്പിച്ചവരുടെ വിഷമമാണ്. ഇതുതന്നെയാണ് കൈത്തറി തൊഴിലാളികളുടെ കൂലി കിട്ടാത്ത പ്രശ്നം. കണ്ണൂരാണ് കൈത്തറിയുടെ ഒരു കേന്ദ്രം. കൈത്തറി തൊഴിലാളികൾ ഒരു കാര്യം ഇടതുപക്ഷത്തോട് കൂറുള്ളവരാണ്. അതേത് കാര്യത്തിലാണ്?
കൈത്തറി സഹകരണ സംഘം തേച്ചും പൂട്ടാൻ പോവുകയായിരുന്നു. കാരണം പഴയതുപോലെ കൈത്തറി കയറ്റുമതി ഇപ്പോൾ ഇല്ല. ആ ഘട്ടത്തിലാണ് 2016 ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ സ്കൂൾ യൂണിഫോം കൈത്തറി തുണിയാക്കി മാറ്റിയത്. അതെല്ലാ കൈത്തറി തൊഴിലാളികളും ഇടതുപക്ഷമാണ് ഞങ്ങളെ രക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ സ്കൂൾ യൂണിഫോമിൻ്റെ തുക കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് തുണിയുടെ പൈസ കൊടുക്കുന്നതിന് കാലതാമസം വരുമ്പോൾ അതിൻ്റെ ഫലമായി ഉണ്ടാവുന്ന കൂലി കുടിശ്ശികയുണ്ട്. അത് കൈത്തറി തൊഴിലാളികളിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഓരോ ആഴ്ചയും കൂലി കിട്ടിയിട്ട് വേണം അവർക്ക് കുടുംബത്തെ പോറ്റാൻ. ഇത് 8 മാസത്തെയും 7 മാസത്തെയും കുടിശ്ശികയാവുന്നു. അപ്പോൾ അവരുടെ ഇടയിലും കുറച്ച് വികാരമുണ്ട്. കശുവണ്ടി തൊഴിലാളികളിലും കൈത്തറി കയർ തൊഴിലാളികളിലും ഉണ്ട്. ഖാദി തൊഴിലാളികൾക്ക് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നതാണ്. ഇൻകം സപ്പോർട്ട് സ്കീം എന്നാണ് അതിൻ്റെ പേര്. സർക്കാർ ഇടതുപക്ഷ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഒന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ തുച്ഛമായ കൂലിയാണ്. അപ്പോൾ തുച്ഛമായ കൂലിയുള്ള ചില തൊഴിലാളികൾക്ക് ഇൻകം സപ്പോർട്ട് സ്കീം ഒരു നിശ്ചിത വരുമാനമെങ്കിലും കിട്ടണം എന്ന നിലയിൽ, റബ്ബറിന് നിശ്ചിത തുകയെങ്കിലും വില കിട്ടണം എന്നതുപോലെ കണക്കാക്കി ഇടതുപക്ഷം ചെയ്ത നടപടികളിലൂടെ ഇപ്പം 170 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 150 അപ്പോൾ ഇത്തരം മേഖലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി മൂലം അതിൽ ചിലപ്പോൾ കുടിശ്ശിക വരുന്നു എന്നതാണ് നേരിടുന്ന ഒരു കാര്യം. അപ്പോൾ അത് പരിഹരിക്കാനുള്ള വഴിയാണ് ഗവൺമെൻറ് നോക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ കൂടി അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് പരിഹരിക്കുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കിഫ്ബി മുഖേനയുള്ള വികസനത്തിന് കേരളത്തിലെ ബജറ്റിൽ നിന്ന് നീക്കിവെക്കാൻ പണമൊന്നുമില്ല. കാരണം കേരളത്തിൻ്റെ മൊത്തം വരുമാനത്തിൽ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെയും ശമ്പളവും കഴിച്ച് ബാക്കി നാമമാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കിഫ്ബി എന്ന നിയമത്തിലൂടെ കൊണ്ടുവന്ന ബദൽ ധന സമാഹരണ മാർഗം അത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇവർ കിഫ്ബിയിലൂടെ ഒരുപാട് വികസനം നടത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിടിക്കണം ഇവരെ. അവരാണ് ബജറ്റിന് വെളിയിൽ വായ്പ വാങ്ങുന്നതിനെ തടഞ്ഞത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ധനകാര്യ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളും പണം സമാഹരിക്കാൻ വാങ്ങുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം പദ്ധതിയുണ്ട് കിഫ്ബി പോലെ. പക്ഷെ അവരെന്ത് ചെയ്തു? കേരളത്തെ തടഞ്ഞു. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി കടം വാങ്ങുന്നുണ്ട് കിഫ്ബി പോലെ. NTPC കടം വാങ്ങുന്നുണ്ട് കിഫ്ബി പോലെ. ഇത് 2 കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. അത് ബജറ്റിന് വെളിയിലുള്ള വായ്പ വാങ്ങലായി കണ്ടിട്ട് നമ്മുടെ മൊത്തം കടത്തിൽ കൂട്ടാറില്ല. മൊത്തം കടത്തിൽ കൂട്ടാതിരുന്നാൽ ഇപ്പോഴും നമുക്ക് പെൻഷൻ കൃത്യമായി കൊടുക്കാം. പെൻഷൻ കമ്പനി വാങ്ങുന്ന വായ്പയിലൂടെ പെൻഷൻ കമ്പനി വായ്പ വാങ്ങിയിട്ട് 9,000 കോടി തിരിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് കൺസോർഷ്യം വഴി പണം വാങ്ങി പെൻഷൻ കമ്പനിയിൽ നിക്ഷേപിച്ച് പെൻഷൻ കൃത്യമായി കൊടുക്കുന്നത് തടസ്സപ്പെടുത്തിയതാര്? അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും നേതാക്കന്മാരുടെ ഈ പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ രീതികളും ഒക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെയും ഒക്കെ നിലപാടുകൾ, മാധ്യമങ്ങളോടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ തന്നെ പൊതുസമൂഹം കാണുന്നുണ്ട്. ഒരു അടിമുടി മാറ്റത്തിലേക്ക് പാർട്ടി പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? വ്യക്തികൾ വർഷങ്ങളായി രൂപപ്പെടുത്തിയ അവരുടെ ജീവിതശൈലിയോ അവരുടെ പൊതുശൈലിയോ മാറിയെന്ന് വരില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾക്ക് അനുഭവങ്ങളിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അത് നേതാവായാലും അനുയായിയായാലും. തീർച്ചയായും നമ്മുടെ നേതാക്കന്മാർ സ്വീകരിക്കുന്ന സമീപനത്തെ അതത് സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വേണം കാര്യങ്ങൾ പറയാൻ. ഇപ്പം മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ടായിട്ടുണ്ട്.
അതിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാർ, വലതുപക്ഷ മാധ്യമങ്ങൾ ഒന്നിച്ചാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, അവരൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ജോലി ചെയ്തതിന് പ്രതിഫലം കിട്ടി. അതിന് നിയമാനുസൃതം നൽകേണ്ട നികുതിയും നൽകി. പ്രതിഫലം മുഴുവൻ ബാങ്ക് ത്രൂ ആണ് വാങ്ങിയത്. അപ്പം ആദ്യമൊക്കെ ബാങ്ക് വഴിയാണ് വാങ്ങിയതെങ്കിലും നികുതിയൊന്നും കൊടുത്തില്ലെന്നായിരുന്നു ആക്ഷേപം. മാത്യു കുഴൽനാടൻ്റെ ആ ആക്ഷേപം വന്നപ്പോൾ വസ്തുതകൾ ധനമന്ത്രി രേഖകൾ സഹിതം ഉദ്ധരിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ അത് ആരോപണം തെറ്റാണെന്ന് സമൂഹത്തിന് മുമ്പിൽ തെളിഞ്ഞു. പിന്നെ പറഞ്ഞതെന്താ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആ കമ്പനിയിൽ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ആ കമ്പനിക്ക് 2 കാര്യം നിയമവിരുദ്ധമായി മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു. ഒന്ന്, റവന്യൂ ഭൂമി പതിച്ചു നൽകി. 2, ഖനനം നടത്താനുള്ള അനുമതി നൽകി. ഇത് രണ്ടും വാസ്തവവിരുദ്ധമാണെന്ന് പിന്നീട് തെളിഞ്ഞല്ലോ. പക്ഷേ എന്നിട്ടും മാസപ്പടി എന്ന് പറയുന്ന ആ വിവാദം അവസാനിപ്പിക്കുന്നില്ലല്ലോ. ഏറ്റവും ഒടുവിൽ കോടതിയല്ലേ പറഞ്ഞത്, തെളിവുകളില്ലാത്തതിനാൽ മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളുന്നു, ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഹർജിയാണ്. പക്ഷേ ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ ഈ വോട്ടിൽ പ്രതിഫലിക്കുന്നില്ലേ? അല്ല, അത് എങ്ങനെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ കഴിയില്ല. അതിനിടയാക്കിയത് മുഖ്യമന്ത്രിയല്ല, വീണയല്ല, മറിച്ച് ഈ പ്രചരണം ഏറ്റെടുത്ത UDFും വലതുപക്ഷ മാധ്യമങ്ങളുമാണ്. അവർ തിരുത്തൂല. കാരണം അവർക്ക് രാഷ്ട്രീയമാണ്. ഇതിപ്പോൾ വീണയാണ് ഇന്നെങ്കിൽ നാളെ വേറൊരാളാണ് മുഖ്യമന്ത്രിയെങ്കിൽ അയാളുടെ കുടുംബത്തെയായിരിക്കും, വേറൊരാളാണ് പാർട്ടി സെക്രട്ടറി എങ്കിൽ ആ കുടുംബത്തെയായിരിക്കും. അപ്പോൾ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക, എന്നിട്ട് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക. ഇപ്പോൾ ഇതാ മദ്യനയം പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. ബാർക്കോഴ എന്നുള്ള ആക്ഷേപമല്ലേ ഉയർത്തിയത്. ആ ആക്ഷേപം ഉയർന്നു വന്ന ഉടൻ MV രാജേഷ് പോലീസ് മേധാവിക്ക് ഒരു കത്ത് കൊടുത്തു. അതിലെ വാചകമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മാത്രമല്ല, ആരെങ്കിലും കാശ് വാങ്ങിയിട്ടുണ്ടോ, കാശ് നൽകിയിട്ടുണ്ടോ, അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണം. മടിയിൽ കനമുണ്ടെങ്കിൽ രാജേഷ് അങ്ങനെ ഒരു കത്ത് കൊടുക്കുമോ? രാജേഷിന് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്ത ബാർ മുതലാളി പറയാതിരിക്കുക, ഇതാ ഞാനാണ് കൊടുത്തത്, ഇത്ര തുകയാണ്, പറയൂലേ? രാജേഷ് ഒരാളിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്ന് സുവ്യക്തമല്ലേ? രാജേഷിനെ പോലുള്ള യുവജന രംഗത്ത് നിന്ന് വളർന്നു വന്നിട്ടുള്ള, വിദ്യാർത്ഥി യുവജന രംഗത്ത് വളർന്നു വന്നിട്ടുള്ള അഴിമതി രഹിത ചരിത്രമുള്ള നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നല്ല പേര് ഉയർത്തിപ്പിടിച്ച ഒരു മന്ത്രിക്കെതിരായിട്ടില്ലേ പറഞ്ഞ്? ഇപ്പോൾ എന്തായി അതിൻ്റെ സ്ഥിതി? ആരോപണം ഉന്നയിക്കാൻ ആരാണോ മെനക്കെട്ടത്, ആ മെനക്കെട്ട നേതാവിൻ്റെ മോനല്ലേ ഇപ്പം കുടുങ്ങിയേ, അർജുൻ രാധാകൃഷ്ണൻ. ഇപ്പം എല്ലാം പുറത്ത് വന്നല്ലോ. അനിമോൻ എന്ന് പറയുന്ന ഒരാളാണ് വാട്സപ്പിലൂടെ ഒരു സന്ദേശം അയച്ചത്. അത് പുറത്ത് ലീക്കാക്കി കൊടുത്തതിൽ പങ്ക് ഈ അർജുൻ അടക്കം ഉണ്ട് എന്നല്ലേ പുറത്തു വന്നിട്ടുള്ള വിവരം. മാത്രമല്ല, അർജുൻ്റെ ഭാര്യാപിതാവ് തൊടുപുഴയിൽ ഒരു ബാർ നടത്തുന്നു. ആ ബാർ നടത്തിപ്പിൽ ഭാര്യാപിതാവ് മരണപ്പെട്ടതിന് ശേഷം ഇദ്ദേഹമാണ് അവിടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ് അനുമോൻ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഗൂഢാലോചനയിൽ നിന്ന് ഉണ്ടായ ബാർക്കോഴ എന്ന വ്യാജ അഴിമതി കേസ് ബൂമറാങ് പോലെയല്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ്റെ പങ്ക് പുറത്തു വന്നപ്പോൾ കോൺഗ്രസിനെതിരായി തിരിച്ചടിച്ചത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഭൗതികവാദികളാണ്, മുകളിലൊരാളുണ്ട് ഇതെല്ലാം അറിയാൻ എന്ന് പറയുന്ന പോലെയല്ലേ വിശ്വാസികളങ്ങനെ പറയുന്നത് പോലെ തന്നെയല്ലേ സംഭവിച്ചത്. നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി, CPMനെതിരായി ഉന്നയിച്ച കഥയില്ലാത്ത, കാര്യമില്ലാത്ത എല്ലാ അഴിമതി ആരോപണങ്ങളും ഇതാണ് അനുഭവം. ഒരു കാര്യത്തിൽ ഇടതുപക്ഷത്തിന് വളരെ വ്യക്തതയുണ്ട്. അഴിമതിക്കെതിരായി ഉറച്ച നിലപാടാണ്. അഴിമതി ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഈ സീറ്റിലുണ്ടാവില്ല, മന്ത്രി കസേരയിലുണ്ടാവില്ല, മന്ത്രി ആഫീസിലും ഉണ്ടാവില്ല.
ആ പാവം വീണ ജോർജിൻ്റെ ഓഫീസിനെ പറ്റി എന്തെല്ലാം കഥകളാണ് സൃഷ്ടിച്ചത്. ഒരു ജോലി തരുമെന്ന് പറഞ്ഞിട്ട് വീണ ജോർജിൻ്റെ ഓഫീസിലുള്ള ഒരാൾ സമീപിച്ചു, കാശ് കൊടുത്തു എന്നല്ലേ ആക്ഷേപം. നോക്കുമ്പോൾ അയാൾ ഇയാളെ കണ്ടിട്ടേ ഇല്ല. മാത്രമല്ല ഇവർ പറഞ്ഞ ദിവസം നോക്കുമ്പോൾ, സെക്രട്ടേറിയറ്റിൽ വന്ന ദിവസം നോക്കുമ്പോൾ വീണ ജോർജിൻ്റെ PA പത്തനംതിട്ടയിൽ ഒരു വിവാഹത്തിൽ പങ്കുകൊള്ളാൻ മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷനെല്ലാം നോക്കി. എന്തിനീ പച്ചക്കള്ളം പറയുന്നു? അപ്പോൾ ഇടതുപക്ഷത്തിന് കേരളത്തിലൊരു സ്പേസ് ഉണ്ട്, മന്ത്രിമാർക്കൊരു സ്പേസ് ഉണ്ട്, നേതാക്കൾക്കൊരു സ്പേസ് ഉണ്ട്. അവർ അഴിമതിയില്ലാത്ത കറകളഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഉടമകളാണ്. ഇത് തേച്ചു മായ്ച്ചു കളിയാണ്. ഇതാണ് ഒരു നീക്കം. രണ്ടാമത് മുഖ്യമന്ത്രി ധിക്കാരിയാണ് എന്ന് പറയുന്ന ഒരു ശൈലി രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തിഹത്യ നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അദ്ദേഹവുമായി അടുത്ത് പരിചയമുള്ള ഞങ്ങളോളം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമെന്ന്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ പുറത്താളുകൾ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അത് പിണറായിക്കാരായ പല കുടുംബക്കാരോടും വീട്ടുകാരോടൊക്കെ ചോദിച്ചു നോക്കണം. ഒരാൾക്കൊരു രോഗം വന്നാൽ ആ രോഗത്തെപ്പറ്റി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഇന്ന് ഏത് മികച്ച ഡോക്ടറെയാണ് കാണിക്കേണ്ടത് എന്ന് അദ്ദേഹത്തോട് ഉപദേശം തേടിയാൽ അത് ഇന്ന സ്ഥലത്താണെന്ന് പറയും, അവിടെ വിളിച്ചു പറയും, അയക്കും. എന്നിട്ട് അയാളുടെ രോഗം എന്തായി എന്നുള്ളതിൻ്റെ ഫോളോ അപ്പ് പോലും നടത്തും. ഇങ്ങനെ നടത്താൻ മാത്രം സമയമിടുന്നവർക്ക്. ഞാൻ എടക്കാട് ഏരിയ സെക്രട്ടറി KV ബാലൻ്റെ കാര്യം പറയും. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം രോഗം വന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ രോഗത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അറിഞ്ഞു. മുഖ്യമന്ത്രി ഉടൻ ഞങ്ങളോടും പറഞ്ഞു, അതൊരു കാര്യം ചെയ്യാം, അവിടെ നല്ല ചികിത്സ കിട്ടുക എറണാകുളത്ത് അമൃതയിലാണ്, അവിടത്തേക്കൊന്ന് അയക്കാം. മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു, എല്ലാ സൗകര്യവും ഏർപ്പെടുത്തി. അവിടെ പോയി ചികിത്സക്കുള്ള സംവിധാനമാക്കി. ഒന്നും ബാലനും ബാലൻ്റെ കുടുംബവും അറിഞ്ഞിട്ടില്ല. ഇത് ധിക്കാര. നിങ്ങൾ എവിടെയൊക്കെ മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഘട്ടമുണ്ടായോ അപ്പോഴെല്ലാം മുഖ്യമന്ത്രി എന്ന തനി മനുഷ്യനെ, മനുഷ്യസ്നേഹിയെ കാണാൻ കഴിയും. ഇനി കോവിഡ് കാലം നിങ്ങളെടുക്കുക. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ കാര്യം മാത്രമല്ല അദ്ദേഹം ശ്രദ്ധിച്ചത്, മൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കണമെന്ന് ചിന്തിച്ച മനുഷ്യത്വമുള്ള ഒരാളാണ് അദ്ദേഹം. ആ മനുഷ്യനെയല്ലേ ഇങ്ങനെയെല്ലാം പ്രചരിപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു മോശം കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആളുമായിട്ട് എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞു എന്നുള്ളത് ഒരു മനുഷ്യനെ മുഴുവൻ വിലയിരുത്തുന്നതിന് ഘടകമല്ല. അത് മനുഷ്യത്വമുള്ള വിലയിരുത്തലല്ല. ഇതിൻ്റെ മറുഭാഗമുണ്ട് എന്ന് നമ്മൾ കണ്ടോളണം. ഇപ്പം എൻ്റെ പല സന്ദർഭങ്ങളിലായി വരുന്ന ഒരു പഴയ ചിത്രമുണ്ട്. ഏത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പോലീസുകാരോട് തർക്കിച്ച ഒരു പ്രശ്നം. അന്ന് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരായ കുറച്ചാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി അവിടെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചു. UDF ഭരണകാലം. അപ്പോൾ നമ്മളെ കാണാൻ പോയി, എന്നെ കാണാൻ അനുവദിച്ചു. കൂടിയുള്ള ആളുകൾ ഇടതുപക്ഷ നേതാക്കൾ വന്നപ്പോൾ കാണാൻ അനുവദിക്കുന്നില്ല. കാണാൻ അനുവദിക്കാതെ വന്നപ്പോൾ ഞാൻ ആ പോലീസുകാർ ഗേറ്റ് അടച്ചിട്ട് അവിടെ പുറത്ത് നിർത്തുകയാണ് റോട്ടിൽ. ഞാൻ ഗേറ്റ് അങ്ങ് തുറന്നു ബലമായിട്ട്. ആരാന്ന് നിങ്ങൾ അറിഞ്ഞോ? ഇതെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അവരെ കാണാൻ നിങ്ങൾ അനുവദിക്കില്ല. ഇതെന്താ അടിയന്തരാവസ്ഥയാണ്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയേണ്ട സന്ദർഭങ്ങളിൽ പറയാനുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ധിക്കാരിയാവുമോ? ആ വർത്തമാനം പറഞ്ഞ് തൊട്ടടുത്ത സമയം തന്നെ ഞാൻ ആ പോലീസുകാരനോട് കൂടി പറഞ്ഞു, നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാ, അല്ലാതെ നിങ്ങളെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നതല്ല. ഇതാണ് മനുഷ്യത്വം. തെറ്റ് കണ്ടാൽ ആ തെറ്റിനെതിരായി നന്നായിട്ട് പ്രതികരിക്കേണ്ടി വരും. അത് ജീവിതത്തിലുടനീളം അലിഞ്ഞു ചേർന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന രീതി അത് ഇപ്പോഴും ഉണ്ട്, പണ്ടുമുണ്ട്, പാർട്ടി സെക്രട്ടറി ആയ ഘട്ടത്തിലുമുണ്ട്. അങ്ങനെ വേണം നമ്മളതിനെ കാണാൻ. എന്നാൽ സ്വാഭാവികമായി അദ്ദേഹവും വിമർശനത്തിന് അതീതനല്ല. അദ്ദേഹമാവട്ടെ, MV ഗോവിന്ദ മാഷാവട്ടെ, MV ജയരാജനാവട്ടെ, എല്ലാവരും വിമർശന വിധേയരാണ്. അപ്പോൾ ആ വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ അതിൽ പരിശോധിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി മുതൽ ജയരാജൻ വരെ എല്ലാവരും പരിശോധിക്കുകയും പരിഹരിക്കുകയും ചെയ്യും.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒരു പ്രചരണം ഉണ്ടായിരുന്നത് ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നുള്ള രീതിയിലുള്ള വലിയ ഒരു പ്രചരണ ക്യാമ്പയിൻ ഒക്കെയാണ്. അത് UDF വല്ലാതെ അരട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി എന്ന കാര്യം സുധാകരൻ മാധ്യമങ്ങളോട് പറയുന്നു. അത് ഒരു തിരിച്ചടിയാകുന്ന രീതിയിലേക്ക് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് കിട്ടാവുന്ന വോട്ടുകൾ പോലും അകറ്റുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനം വരികയാണ്. അത് ശരി, ആ ഒരു വിമർശനം ശരിയല്ലേ? കാരണം അവരുടെ അതുവരെയുള്ളൊരു ചിന്ത മാറുകയാണ്. CPM നേതാക്കളും BJPയുമായി ചർച്ച നടത്തുന്നു എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ്. അത് വലിയ തോതിലുള്ള തിരിച്ചടിയായിട്ടില്ലേ? ഇല്ല, അതിൽ സുധാകരനും EP-യും ഒരു താരതമ്യം അർഹിക്കുന്നതല്ല. സുധാകരൻ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഐ വിൽ ഗോ വിത്ത് BJP. മറ്റാരെങ്കിലും ആരോപണം ഉന്നയിച്ചതല്ല. മറ്റേതെങ്കിലും BJP നേതാക്കന്മാർ അദ്ദേഹത്തെ കാണാൻ പോയ ഒരു വാർത്തയുമല്ല. ഇത് അദ്ദേഹം തന്നെ പറയുകയാണ്, ഐ വിൽ ഗോ വിത്ത് BJP. EP-യുടെ കാര്യം എന്താ? EP-യെ ഒരു BJP നേതാവ് കാണാൻ വന്നു, അതൊരു സത്യമാണ്. അത് രാഷ്ട്രീയ ചർച്ചക്കായിരുന്നില്ല. അത് ആ BJP നേതാവും പറഞ്ഞിട്ടുണ്ട്, EP-യും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സത്യം തെരഞ്ഞെടുപ്പ് ദിവസം EP-യുടെ നാവിലൂടെ വരണമോ വേണ്ടിയോ എന്നത് മാത്രമേ ഉള്ളൂ. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി കൃത്യമായി അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയിൽ പാലിക്കേണ്ട ചില രീതികളുണ്ട്. എല്ലാവരും വരുന്നതുകൊണ്ട് എന്നാൽ പിന്നെ സമൂഹത്തിൽ വളരെയേറെ പേരുദോഷമുണ്ടാക്കിയ ആളുകൾ വന്നാലും അവരുമായിട്ടടക്കം സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് സംശയത്തിനിടയാക്കും. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം വന്നപ്പോൾ കാണാൻ സൗകര്യമുണ്ടാക്കിയതിനെക്കുറിച്ച്. അത് അങ്ങനെ ബന്ധം ഒരു തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിനടുത്ത് വരികയും മറ്റും ചെയ്യുന്ന ഒന്നാണെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും അങ്ങനെ ദല്ലാൽ നന്ദകുമാറിനെ എൻഗേജ് ചെയ്തത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതാണ് അതിലുള്ള ഒരു ഭാഗം. മറ്റൊന്ന്, അന്നത്തെ ദിവസം ഇങ്ങനെ ജാവദേക്കർ വന്നു എന്നുള്ളത് നേരത്തെ വാർത്ത വന്നു. ഇദ്ദേഹം അത് അന്നത്തെ ദിവസം പോയിട്ട് അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുമാത്രമാണ് അതിലുള്ള കാര്യം. അല്ലാതെ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറയുന്ന ഒരാളുടെ രീതിയല്ല EP-യുടെ കാര്യത്തിലുള്ളത്. EP ഒരിക്കലും BJP പോവില്ല എന്ന് എല്ലാവർക്കും അറിയാം. BJPക്കാരായ ആളെയാണ് സുധാകരൻ കാശും തോക്കും കൊടുത്തിട്ട് EP-യെ വെടിവെച്ചു കൊല്ലാൻ അയച്ചത്. അതായത് ഈ വോട്ടെടുപ്പിന്റെ ദിവസം ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ മാധ്യമങ്ങളിൽ വരുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് EP ജയരാജൻ. ഏറ്റവും പ്രധാനപ്പെട്ട ആ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. അത് മാത്രമേ അത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു അഭിപ്രായം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അല്ലാതെ അതിൻ്റെ പേരിൽ വോട്ടാകെ മറിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഈ ശിവനും ഭാവിയാകും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഉദാഹരണങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു മറുപടി, വലിയ തോതിലുള്ള ചർച്ച അന്നത്തെ വോട്ടെടുപ്പ് ദിവസത്തിന്റെ രാവിലെ മുതലുള്ള ചർച്ച. അതില് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള സമീപനം തികച്ചും ശരിയാണ്. അത് MV ജയരാജനായാലും മറ്റ് രാഷ്ട്രീയ നേതാക്കളായാലും തെരഞ്ഞെടുപ്പ് ദിവസം പാലിക്കേണ്ട ചില അച്ചടക്കമുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇവിടെ എത്തി. കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് പിറ്റേ ദിവസം തന്നെ സുരേഷ് ഗോപി വരികയാണ് കണ്ണൂരിലേക്ക്. കണ്ണൂരിൽ വന്ന് അദ്ദേഹം ഇവിടെ 2 ദിവസം രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം മാറ്റിവെക്കുകയാണ്. ക്ഷേത്ര സന്ദർശനങ്ങളൊക്കെ നടത്തുകയാണ്. ഒരു പൊതിഞ്ഞു കെട്ടിയ ഒരു രാഷ്ട്രീയം അതിലില്ലേ? സുരേഷ് ഗോപി എന്ന ഒരു സിനിമാ താരത്തെ അല്ലെങ്കിൽ ഒരു തൃശ്ശൂരിലെ ഒരു MP-യെ മുൻനിർത്തി എന്തൊക്കെയോ കാര്യങ്ങൾ BJP ആസൂത്രണം ചെയ്യുന്നു എന്ന ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലല്ലേ അദ്ദേഹത്തിന്റെ? അതിൽ വേറെ BJPക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ചിന്തകളുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിലൊരു കേന്ദ്രമന്ത്രി കണ്ണൂരിൽ വന്നു, അദ്ദേഹം ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി എന്ന നിലയിലേ അതിൽ കാണാനുള്ളൂ. എന്നാൽ ആ സന്ദർശനം സംബന്ധിച്ച് RSS വിഭാഗത്തിന് അദ്ദേഹം ഏകപക്ഷീയമായി കാര്യങ്ങൾ ചെയ്തതിനോട് യോജിപ്പില്ല. അത് വത്സൻ തില്ലങ്കേരിയുടെ ഒരു ഫേസ്ബുക്ക് പേജിൽ കാണാനിട വന്നു. അങ്ങനെ അദ്ദേഹം സന്ദർശനം നടത്തേണ്ടതല്ല. അദ്ദേഹത്തെ ഇങ്ങനെയല്ല എത്തിച്ചത് ഇവിടെയുള്ള
രാഷ്ട്രീയ നേതൃത്വമാണ് എന്നുള്ളത് കാണണമെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി കണ്ടത്. അദ്ദേഹം ഈ സുരേഷ് ഗോപി ഈ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ CPM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് EK നായനാരുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയും കാണുന്ന ഒരു സാഹചര്യം, വലിയ തോതിലുള്ള ചർച്ചകളാണ്. അതിൽ വേറെ രാഷ്ട്രീയ കാര്യങ്ങളല്ല. ടീച്ചർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ടീച്ചർ നായനാറുടെ സഹധർമ്മിണി എന്ന നിലയിൽ നായനാർക്കൊരു താങ്ങും തണലുമായിരുന്നു. അപ്പോൾ നേരത്തെ തിരുവനന്തപുരത്ത് ദീർഘകാലം ഉണ്ടായിരുന്ന ആളെന്നുള്ള നിലയിൽ അന്ന് പലപ്പോഴും നായനാറെ കാണാൻ പോയ ഒരാളാണ് സുരേഷ് ഗോപി എന്ന നിലയിൽ ആ പരിചയം വെച്ച് ടീച്ചർ ഇവിടെ ഉള്ളപ്പോൾ ഒന്ന് വന്ന് കണ്ടു. ഒരു വർഷം മുമ്പ് ഇതേ രീതിയിൽ സുരേഷ് ഗോപി വന്ന് കണ്ടിട്ടുണ്ട്. ടീച്ചർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. നേരത്തെ ഞങ്ങൾ പരിചയക്കാരാണ്, വന്നു കണ്ടു, ഇത് മാത്രമാണ് സംഭവിച്ചത്. എന്തായാലും ടീച്ചർ പറഞ്ഞത് സുരേഷ് ഗോപി ഏറ്റവും പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ആളാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു സുരേഷ് ഗോപിയെ. അതോടൊപ്പം ടീച്ചർ മറ്റൊന്നും പറഞ്ഞിട്ടുണ്ട്. പാവങ്ങൾക്കൊപ്പം നിന്ന ഒരാളാണ് എൻ്റെ സഖാവ് നായനാർ എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ നായനാറുടെ പാർട്ടിയാണ്. ഇന്നിപ്പോൾ IRPC എത്രമാത്രമാണ് ഇവിടെ കണ്ണൂർ ജില്ലയിൽ പാവങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നത്. 2 കേന്ദ്രമുണ്ട് IRPCയുടെ കീഴിൽ കിടപ്പ് രോഗികളെ ചികിത്സിക്കാൻ. ഡയാലിസിസ് കേന്ദ്രം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ പാർട്ടി എന്ന നിലയിൽ നോക്കിയാൽ LDFൻ്റെ കൂടെ CPM ആണ് എന്ന് ഉറപ്പിച്ചു പറയാൻ. ഈ നായനാരുടെ വീട്ടിൽ സുരേഷ് ഗോപി പോകുന്നത് പാർട്ടിയൊക്കെ അറിഞ്ഞ്, പാർട്ടിയോട് അങ്ങനെ ചോദിച്ചിട്ടല്ലല്ലോ ഒരു മന്ത്രി പോവുക. അത് പിന്നെ അവരങ്ങ് തീരുമാനിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പാർട്ടിയോട് പറഞ്ഞിട്ടൊന്നും പോയതല്ല. ശാരദ ടീച്ചറും അങ്ങനെ ഒരു അനുമതി ഒന്നും ചോദിച്ചു. വീട്ടിൽ വരുന്നു എന്നുള്ളത് എങ്ങനെയാണ് ശാരദ ടീച്ചർക്ക് തള്ളിക്കളിയാൻ കഴിയുക? ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കാൻ പറ്റുമോ? അതിലൊരു രാഷ്ട്രീയവും കാണേണ്ട കാര്യമില്ല. ടീച്ചറെ കണ്ടു, മന്ത്രി എന്ന നിലക്ക് വന്നു, പിന്നീട് അവിടുന്ന് വേഗം പോയി എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തോൽവി ഉണ്ടായതിനു ശേഷം ബംഗാളുമായാണ് കേരളത്തെ താരതമ്യം ചെയ്യുന്നത്. ഒരു ബംഗാളിലേക്ക് കേരളം മാറുകയാണോ എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകളൊക്കെ വരുന്നു. എന്തായാലും അത് കേരളത്തിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും അങ്ങനെ ഒരു മോഹം ഉണ്ടാവും. സ്വപ്നം കാണുന്നതിന് ഒരു ചെലവും ഇല്ലല്ലോ. എന്തായാലും കേരളത്തിന്റെ മനസ്സിലാതെ കേരളത്തിൽ ബംഗാളാക്കി ത്രിപുരയാക്കി മാറ്റാൻ ഒരു രാഷ്ട്രീയ എതിരാളികൾക്കും കഴിയില്ല. കേരളം ദീർഘകാലമായി മതനിരപേക്ഷ പക്ഷത്താണ്. കേരളത്തിൽ തെറ്റായ കാര്യങ്ങൾ ആര് ചെയ്താലും ജനങ്ങൾ അതിനോട് യോജിക്കില്ല. അതുകൊണ്ട് CPIM ഇവിടെ ഉണ്ടാവണമെന്നുള്ളത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും കൊന്നൊടുക്കി ഹിറ്റ്ലറെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതാക്കാമെന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ പുതിയ കമ്മ്യൂണിസ്റ്റുകാർ ഉയർന്നു വരും. ഈ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ നിന്ന് അകന്നുപോയ വോട്ടുകൾ, അതായത് BJPയിലേക്ക് പോയ വോട്ടുകൾ, അത് തിരിച്ച് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. BJPയിലേക്ക് അതിലെന്താ തർക്കം? 2019 ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് മാറ്റം വന്ന് 2020-ലും 2021-ലും തെരഞ്ഞെടുപ്പുകളിൽ എത്ര വോട്ടാണോ ഇടതുപക്ഷത്തിന് നഷ്ടമായത് അത് മുഴുവൻ തിരിച്ചു പിടിച്ചല്ലോ. അങ്ങനെയല്ലേ ആ വിജയം? 99 സീറ്റിൻ്റെ വിജയം അങ്ങനെയല്ലേ? കണ്ണൂരിൽ നേരത്തെ അഴീക്കോട് നിയമസഭാ സീറ്റ് UDFൻ്റെതായിരുന്നു, അത് തിരിച്ചു പിടിച്ചില്ലേ 2021-ൽ? അതുകൊണ്ട് നേരത്തെ 2019-ൽ ഉണ്ടായ തിരിച്ചടിയിൽ നിന്ന് അതിജീവനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം 2020-ലും 2021-ലും തുടർച്ചയായി നടത്തിയതുപോലെ ഇത്തവണയും ആ പ്രവർത്തനം നടത്തും. എന്തായാലും പാർട്ടി അതിശക്തമായി തിരിച്ചു വരും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കളെല്ലാം ഉള്ളത്. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനും സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചത്. ഒരു തെറ്റിതിരുത്തൽ പ്രക്രിയയിലേക്ക് പാർട്ടി കടക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPM നിലനിൽക്കേണ്ടതിന്റെ ആവശ്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകും എന്നാണ് MV ജയരാജൻ വ്യക്തമാക്കുന്നത്. കാരണം CPM ഇല്ലാത്ത കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ്
കേരളത്തിൽ CPM ഇല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുക എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. ഏതായാലും ബംഗാളിന്റെയോ ത്രിപുരയുടെയോ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. മതനിരപേക്ഷമായ ആ മനസ്സ് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം തന്നെ CPM-നൊപ്പം തന്നെ നിൽക്കും എന്ന ആത്മവിശ്വാസം തന്നെയാണ് അവർക്കുള്ളത്. 2019 കനത്ത പരാജയത്തിൽ നിന്ന് 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടത്തിയ മുന്നേറ്റം അതുതന്നെയാണ് CPM-ന് പ്രചോദനമാകുന്നതും അപ്പോഴും തെറ്റിതിരുത്തൽ പ്രക്രിയയുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് MV ജയരാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറഞ്ഞതിന് MV ജയരാജന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വലിയ തിരിച്ചുവരവിലേക്ക് CPM എത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച കാണാം. നമസ്കാരം.